അവൻ പിന്തിരിഞ്ഞു ഇസ്ലാമിലേക്കും പരിശുദ്ധ ദീനിൻ്റെ ആ ഒരു ചിട്ടകളൊക്കെ പഠിക്കാൻ ചിലപ്പോൾ സമയമെടുക്കും, ബഹുഭൂരിഭാഗം സമയമെടുക്കാൻ സാധ്യതയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേൾക്കാൻ സാധ്യതയില്ല, അതിലേക്ക് ഒരു മൈൻഡ് കൊടുക്കാനുള്ള സാധ്യതയില്ല. പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്തോട്. ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളം മുതൽ ഇവിടുന്ന് അങ്ങോട്ട് തിരുവനന്തപുരം വരെയുള്ള ഭാഗത്തോട്ട്. ഞാൻ ഒരിക്കലും ഇവിടെയുള്ള ആളുകളെ താഴ്ത്തി പറയുകയില്ല. കാരണം മോഡേണിസം ട്രെൻഡുകൾ വളരെ പെട്ടെന്ന് കൂടുന്ന ഒരു ഭാഗമാണിത്. എവിടെ ട്രെൻഡ് വന്നാലും അതിൻ്റെ ആദ്യപടി നമ്മുടെ നാട്ടിൻ പുറത്ത് ഇങ്ങനെയുള്ള സിറ്റികളിലായിരിക്കും അത് കൂടുതലായിട്ട് വരിക. ഇവിടുന്നൊക്കെ ട്രെൻഡായി 1-2 ആഴ്ചകൾ കഴിഞ്ഞിട്ട് മറ്റുള്ള നാട്ടിൻപുറങ്ങളിലേക്ക് അത് എത്തുന്നുള്ളൂ, വടക്ക് ഭാഗങ്ങളിലോട്ടൊക്കെ അത് എത്തുന്നുള്ളൂ. നമ്മളെപ്പോഴും കാണുന്നതാണ് ഭക്ഷണത്തിലൂടെയുള്ള, വസ്ത്രത്തിലൂടെയുള്ള, സ്വഭാവ മാറ്റത്തിലൂടെയുള്ള ട്രെൻഡുകൾ നല്ലതാണ്. ട്രെൻഡുകൾ നല്ലതാണ്, അത് നല്ല ട്രെൻഡായിരിക്കണമെന്ന് മാത്രം. പഴയ കാലത്ത് നല്ല ഇറക്കമുള്ള നെരിയാണി പോലും കാണാത്ത രീതിയിൽ, നല്ല നാടൻ മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ ചന്തി വെളിവാകുന്ന രീതിയിൽ അകത്തിട്ടിരിക്കുന്ന വസ്ത്രം മുകളിലേക്കും മുകളിലിടേണ്ട വസ്ത്രം അടിയിലേക്കും ഇറക്കി ഏകദേശം ഒരു സൂപ്പർമാൻ മോഡലിൽ നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആരോ കൊണ്ടുവന്ന ട്രെൻഡാണത്. കുറേ കാലം അതിൻ്റെ പിന്നാലെ ജനങ്ങൾ പോയി. ആരാണോ ആ കൊണ്ടുവന്നത്, ആ കൊണ്ടുവന്ന ആൾക്ക് എത്ര കാലം അത് പോയി അത്രയും കാലത്തെ ശിക്ഷ ആ കൊണ്ടുവന്ന ആൾക്ക് ഒരു ഓഹരി അള്ള കൊടുക്കും. ഓനാണല്ലോ കൊണ്ടുവന്നത്. ആരാണോ ട്രെൻഡാക്കിയത്, ആ ട്രെൻഡാക്കിയവൻ ചെയ്ത ആൾക്കാർക്ക് കിട്ടൂല എന്നല്ല, ഓൾക്ക് കിട്ടണമെന്നൊരു ഓഹരി ശിക്ഷ തുടങ്ങിയ ആൾക്ക് കിട്ടും. അതാണ് ഈ ട്രെൻഡിൻ്റെ വിഷയം. തുടങ്ങിയ ആൾക്ക് അതിൻ്റെ ഭവിഷ്യത്ത് കിട്ടും. അൽഹംദുലില്ലാ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ട്രെൻഡ് മാറി. നെരിയാണിക്ക് മുകളിൽ വസ്ത്രം അത് ട്രെൻഡായി മാറി. ദീനിയായ വസ്ത്രം അങ്ങനെ തന്നെ, നെരിയാണിക്ക് മുകളിൽ ധരിക്കുന്നതാണ് വസ്ത്രം. അതിപ്പോൾ ദീനിയായ ഉദ്ദേശത്തിൽ തുടങ്ങിയതല്ലെങ്കിൽ പോലും അതൊരു ട്രെൻഡാക്കി മാറ്റിയില്ലേ. അതിൻ്റെ പേരിൽ ആ ട്രെൻഡ് തുടങ്ങിയ ആൾക്ക് അതിൻ്റെ കൂലിയോടെ കിട്ടും. ആരൊക്കെ ചെയ്യുന്നു ആ ചെയ്യുന്നതിൻ്റെ ഒരു കൂലി ആ മനുഷ്യന് കിട്ടും. അതാണ് ട്രെൻഡ് കൊണ്ടുള്ള അപകടവും ദൂഷ്യഫലവും. ഭക്ഷണത്തിൻ്റെ ട്രെൻഡുകൾ നല്ലതാണ്. പല പല ഹോട്ടലുകൾ ആരംഭിക്കുന്നു, നല്ല നല്ല ഭക്ഷണങ്ങൾ. നമ്മൾ നിത്യമായി കഴിക്കുന്ന ചിക്കൻ തന്നെയാണ്, പക്ഷെ ഇതിനെ പല പേരുകളും പല കോലത്തിലേക്ക് മാറ്റി ബ്ലോഗർമാർ അതിനെ ഭംഗി കൂട്ടി മോടി കൂട്ടി അതിങ്ങനെ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നു. നമ്മളത് പോയിട്ട് ഭക്ഷണം വാങ്ങി കഴിക്കുന്നു. അതിലൊന്നും ഇസ്ലാം യാതൊരുവിധ എതിർപ്പും പറയുന്നില്ല. എതിർപ്പ് പറയുന്നത് നിങ്ങൾ പോകുന്ന ഹോട്ടൽ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അത്